ുള്ള നർമ്മകരളി കുടുംബാംഗങ്ങളെ, നാടകാചാര്യൻ ശ്രീ പി എ വേണുകുട്ടൻ നായർ സാറിൻ്റെ 1ാം ചരമവാർഷികം ഈ 26-ന് കടന്നുപോയി. ആ ഗുരുനാഥൻ പകർന്നു തന്ന ധൈര്യത്തിന് നന്ദി. പള്ളിപ്പുലികളും പാർട്ടിക്കുട്ടികളും ദൈവത്തിൻ്റെ കുഞ്ഞാടുകൾ പുലികളായി മാറുന്നതും പാർട്ടി പുലികൾ ആട്ടിൻകുട്ടികളായി അവരോടൊപ്പം ചേരുന്നതുമാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടത്. പള്ളി വേറെ പാർട്ടി വേറെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാളി സമൂഹം ഇത് രണ്ടും തമ്മിലുള്ള അതിർവരമ്പുകൾ അലിഞ്ഞ് ഇല്ലാതാകുന്ന കണ്ട നാളുകൾ. ആര് ജയിച്ചു, ആര് തോറ്റു? തികച്ചും സാങ്കല്പികമായ ഒരു നാടകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ ആരുമായും ഇതിന് സാമ്യമില്ല. നാടകം ആരംഭിക്കുന്നു. പള്ളിപ്പുലികളും പാർട്ടി കുട്ടികളും. രംഗത്ത് സർവശ്രീ വൈക്കം രാമു, മുട്ടത്തറ വിദ്യാധരൻ, ചവറ മണിക്കുട്ടൻ, സന്തോഷ് ജി നായർ, ആറ്റുകാൽ സുരേഷ്, ദിലീപ് ദേവ്, പ്രദീപ് ഉള്ളൂർ, ആർ രഘു, അജയ് മാത്യു, ഡാനിയൽ ലിബിനി, വേണുകുമാർ എസ്. ചമയവും വസ്ത്രവും ശശി പൂജപുരം. സാങ്കേതിക സഹായം അഭിലാഷ്. ശബ്ദവും വെളിച്ചവും അജന്ത. അവതരണം നർമ്മകൈരളി. ഈ നടന്മാരോടൊപ്പം ശ്രീമതി ശ്രീകല സുരേഷ്. നർമ്മകൈരളിക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പള്ളിപ്പുലികളും പാർട്ടി കുട്ടികളും. രചനാ സംവിധാനം ഡോക്ടർ തോമസ് മാത്യു. പ്രിയ വിശ്വാസികൾ, മലയോര കർഷക ജനതയ്ക്കെതിരായി ഒരു വങ്കൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ 48 മണിക്കൂർ ഉപവാസ സമരം, തെരുവുവാസ സമരം, ഉപവാസമല്ല തെരുവുവാസ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ ശ്രീ വലിയവരക്കിലച്ചൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അല്ല, നമ്മുടെ ഒരു പ്രതിനിധി സഭയിലുണ്ടായിരുന്നല്ലോ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുമ്പോൾ. അദ്ദേഹത്തെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ പ്രിയ തോമാച്ചനെ. നമ്മുടെ തോമാച്ചൻ. തോമാച്ചോ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടോ? തോമാച്ചായെ കണ്ടവരുണ്ടോ? കണ്ടവരുണ്ടോ? കണ്ടവരുണ്ട്. വന്നല്ലോ ഒറ്റുകാരൻ തോമാച്ചായൻ. പിതാക്കന്മാർ ക്ഷമിക്കണം. ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്നു നിങ്ങളിൽ ഒരാളാണ് ഞാൻ. ആ എന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഒറ്റുകാരനാക്കി കളഞ്ഞല്ലോ. എനിക്ക് വലിയ വിഷമമുണ്ട്. ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, പക്ഷെ ദയവ് ചെയ്ത് എനിക്കെതിരെ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കരുത്. സത്യം പറഞ്ഞ ഈ മുദ്രാവാക്യം വിളി കേട്ട് ഞാൻ വരുമ്പോ ഞാൻ എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് വന്നത്. പക്ഷേ ഞങ്ങളുടെ എല്ലാം മുദ്രാവാക്യങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ കവർന്നെടുത്തു കളഞ്ഞല്ലോ. പ്രിയ എന്റെ മലയോര കർഷകരെ, ഈ റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കല്ല പിതാവേ, നമ്മുടെ വയനാടിന്റെ പ്രതിനിധിയുണ്ട്. ഓഹോ, ഒരുമിച്ചാണോ? അതെ. ഞങ്ങൾ എങ്ങോട്ടും പോയിട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കുടിയേറി ഈ ഭൂമിയിൽ പൊന്നു വിളയിച്ചു. ഇവിടെ ഈ നിയമം റിപ്പോർട്ട് വന്നു പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ ഒരു തൂമ്പെടുത്ത് ഒരടിക്ക് താഴെ നമ്മൾ കുഴികുത്താൻ പാടില്ല. നമ്മുടെ പറമ്പിൽ ഒരു കക്കൂസ് കുഴിക്കണമെങ്കിൽ ഇനി ഈ കേന്ദ്ര അനുമതി വേണം. എന്തിന്? മുറ്റത്ത് രാസവസ്തുക്കൾ പാടില്ലെന്ന് പറയുന്നത്. പെരുമഴയത്ത് ഇറയത്ത് നിന്ന് ഒന്ന് നീട്ടി മൂത്രം ഒഴിച്ചാൽ അത് കുറ്റമാവും. കാരണം മൂത്രത്തിൽ യൂറിയമുണ്ട്, അത് രാസവളമാണ്, മുറ്റത്ത് പതിക്കരുതെന്ന് പറയുന്നത്. ഇക്കണക്കിന് പോയാൽ ഭാവിയിൽ നമുക്ക് തൂറാൻ പോകാൻ പോലും കേന്ദ്രത്തിന് അനുമതി തേടേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ ഒരു പത്രം വായിക്കണമെന്ന്.
തോമച്ചൻ സംസാരിച്ചു. മാത്രവുമല്ല, നമ്മുടെ സ്ത്രീകളുടെ വരുമാന മാർഗമെന്ന് പറയുന്നത് കോഴിയെയും ആടിനെയും പശുവിനെയും വളർത്തിയാണ്. ഇതൊന്നും വളർത്താൻ പാടില്ല എന്നാണ് പുതിയ നിയമം. ഏറിയ 2 കോഴിയെ വളർത്താം. 2 കോഴി പോരെ മുട്ടയിടുന്നാണെങ്കിൽ? പോരാ. പിന്നെ ഇനി പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾ 6 മണി കഴിഞ്ഞാൽ കരയാൻ പാടില്ല. കരഞ്ഞാൽ വന്യമൃഗങ്ങൾ ഭയപ്പെടുന്നത്രേ. മാത്രമല്ല, വീടിനും പാർപ്പിട സമുച്ചയങ്ങൾക്കും പച്ച പെയിന്റ് അടിക്കണം അത്രേ. അച്ഛന് എന്തെങ്കിലും അസുഖമുണ്ടോ? അല്ല, അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് അല്ല. ഇനി നമ്മുടെ എനിക്കിവിടെ, ഞാൻ ഈ നാട്ടുകാരനാണ്, എനിക്ക് ചിലത് പറയാനുണ്ട്. ഇത് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ റിപ്പോർട്ട് ഇവരാരും വായിച്ചിട്ടില്ല, കണ്ടിട്ട് പോയിട്ടില്ല. ഇങ്ങനെ ഒന്നും അവിടെ പറയുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഈ നമ്മുടെ നല്ലവരായ നാട്ടുകാരെ ഇതുപോലെ ഭയപ്പെടുത്തരുത്. അല്ല, തോമച്ചായ നമ്മുടെ സഭയ്ക്ക് അനുകൂലിക്കുമെന്നോ അതോ പ്രതികൂലിക്കുന്നോ? ഞാൻ ഈ റിപ്പോർട്ടിന് അനുകൂലമാണ്. കാരണം ഇത് നല്ലൊരു റിപ്പോർട്ടാണ്. ഇത് നടപ്പാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, താമരശ്ശേരി പിതാവിന് എന്താ പറയാനുള്ളത്? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാവരും ഒരു കാര്യം തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇവിടെ നടപ്പാക്കിയാൽ പാവപ്പെട്ട ജനങ്ങളുടെ മുതുകത്ത് ചവിട്ടിക്കൊണ്ട് അവന്റെ മുതുകത്ത് വിലവെക്കാനുള്ള ഈ റിപ്പോർട്ട് പ്രകൃതി സ്നേഹത്തിന്റെ പേരിൽ നടപ്പാക്കിയാൽ ഉറപ്പായുടെ എന്തുവാ പിതാവേ പറയുന്നത്? നമ്മുടെ സഭ പ്രകൃതിയെ സ്നേഹിക്കുന്നത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ചിട്ട് ഇപ്പൊ അതും കടന്ന് ചോരപ്പുഴ ഒഴുകുമെന്ന് മനുഷ്യനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണമെന്ന് പ്രസംഗിച്ച വലിയ ഗുരുവിന്റെ അവതാര പുരുഷൻ ദൈവം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? താൻ കൂടുതൽ സംസാരിക്കണ്ട, അച്ഛൻ ഒരു കാര്യം കൂടി എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ പ്രകൃതി സ്നേഹം പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവന്മാർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അനുഭവിക്കുന്ന നമ്മുടെ മുഖത്ത് നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന വേദനകളുണ്ടല്ലോ, അത് പൊട്ടി ഒഴുകുമ്പോൾ ഇതല്ല ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടാവും. ഏത് കാര്യവും തുറന്നു പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, ഇങ്ങനെ തുറന്നു പോയാൽ ഇവിടെ ജാലിയൻ വാലാബാഗ് ആരംഭിക്കും. എനിക്ക് ഈ ജാലിയൻ വാലാബാഗ് എന്താണെന്ന് അറിയാമോ? ജാലിയൻ വാലാബാഗ് മാത്രമല്ല, വാഗൺ ട്രാജഡി, ചിപ്പായി ലഹള, 2ാം ലോകമഹായുദ്ധം, പാനിപ്പട്ട് യുദ്ധം, വേണ്ടി വന്ന ഒരു 3ാം ലോകമഹായുദ്ധം വരെ ഞങ്ങൾ ഇവിടെ ആരംഭിക്കും. എങ്ങനെ കഴിയുന്നു ഈ വൃത്തികെട്ട കയ്യിൽ ചുപ്പിക്കാൻ? എന്തായി പറയുന്നത്? യുദ്ധം നടത്താനോ? 10-20,000 പേരെ ഒരു മുറിക്കകത്തുന്ന പോലെ അടച്ചിട്ടിട്ട് തുരുതുരെ വെടിവെച്ച് കൊന്നതാണ് ഈ ജാലിയൻ വാലാബാഗ്. അതിവിടെ ആവർത്തിക്കും. എന്തിന്? പാവങ്ങള് അവര് വീടുകളിൽ പൊയ്ക്കോട്ടെ. അവരിങ്ങനെ പുരക്കി കൊടുക്കാനാണോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ അതാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അതിനെ കൂട്ടുനിൽക്കില്ല. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ സമീപനമെങ്കിൽ, ആടിനെ പട്ടിയാക്കുന്ന ഈ സമീപനം നിങ്ങൾ ഇനിയും തുടരുകയാണെങ്കിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ നക്സൽ പ്രസ്ഥാനങ്ങൾ ഈ മാമല നാട്ടിൽ ഉദയം ചെയ്യും. മനസ്സിലായില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ തോമാച്ചു. അയ്യോ, മണിയണ്ണ. എന്നെ മനസ്സിലായില്ല. ഞങ്ങളുടെ സ്വന്തം മണിയണ്ണന. പക്ഷേ ഒരു വർഷമായിട്ട് ഇപ്പൊ ഈ ജില്ലയിൽ കാല് കിട്ടാൻ പറ്റൂല. പിതാവേ, ഈ മണ്ണിൽ വിളഞ്ഞ വിത്ത അറിയാനായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ ഇപ്പൊ ഇവിടെ പറയുന്നതല്ലേ. അതിനൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞപ്പോഴാ കുഴപ്പം. എന്താ തോമാച്ച ഇത്? ഞാൻ പറഞ്ഞപ്പോ ഇത് വലിയ കുഴപ്പമില്ലേ? അവര് പറയുന്നു വെട്ടും കൊത്തും കൊല്ലും പാലാഭാഗം. എന്താ അതൊക്കെ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞപ്പോ ഇവിടെ ആരും അണങ്ങുന്നില്ല. അതെന്താ തോമാച്ച 2 ന്യായം? മണിയണ്ണ, അണ്ണന് ഓർമ്മയുണ്ടോ? അണ്ണൻ എന്താ പറഞ്ഞതെന്ന്? ഓർമ്മയുണ്ട്. ലിസ്റ്റ് 1, 2, 3, 1, 2, 4. ഒന്നാമത്തവന് തല്ലിയാവുന്നത്, രണ്ടാമത്തവനെ വെടിവെച്ചാവുന്നത്, മൂന്നാമത്തവനെ ഓടിച്ചിട്ട് തല്ലിക്കൊന്നു.
1 2 3 1 2 3 4 അങ്ങനെ ലിസ്റ്റ് ഇട്ട് ഞങ്ങളങ്ങ് കൊന്ന്. നമ്മളോടാണോ കളി? അങ്ങനെയല്ല, മനസ്സിലായോ? ഇത് ഇപ്പൊ ശരിയാ. ഇത് ഈ മണിയണ്ണൻ പറഞ്ഞു തന്നെയല്ലേ ഇപ്പൊ താമരശ്ശേരി പിതാവ് പറയുന്നത്? അല്ലേ ഞാനങ്ങോട്ട് ചോദിച്ചേ. നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോ ഇവിടെ ഒരു വിലയില്ല. എന്നെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഇവിടെ കേറാൻ പറ്റത്തില്ല. 1 2 3 3 മാസം ആ ജയിലിൽ കിടന്നത്. അതുപോലെ തന്നെ 1 വന്നല്ലോ. അനിയ ഒന്ന് പറയാനെങ്കിൽ ഞാൻ ഇനി അങ്ങനൊന്നും പറയത്തില്ല. അനിയുടെ പേര് ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ണം മാറിയൊക്കെ വരും, കാലം കഴിയട്ടെ. 1 2 3 3 മാസം ഇവിടെ കേറാതെ ഇരുന്ന്. അതുകൊണ്ട് അണ്ണൻ ഇനി ഇവിടെ കയറണമെന്ന് ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനോ. പക്ഷേ അണ്ണ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അണ്ണൻ പറഞ്ഞതും പിതാവ് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം. അണ്ണൻ പറഞ്ഞത് പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. കൊന്നു 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 അത് പറഞ്ഞു. പിതാവ് പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി, കൊല്ലും കൊല്ലും കൊല്ലും. ഭൂതവും ഭാവിയും തമ്മിലുള്ള ഒരു കളിയായിരുന്നു. രണ്ടും കൂടെ വന്നപ്പോ എന്റെ വർത്താനം ഇല്ലാതാക്കി ഇവരെല്ലാരും കൂടെ, അല്ലേ? പോവാനിയ. പക്ഷെ നമ്മൾ അതിലൊന്ന് കാണേണ്ടി വരും. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ട് പോയത്, പിതാവെ ഇത് വളരെ മോശമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും പരിഹരിക്കണം. താനൊന്നുകൂടെ സംസാരിക്കണ്ട. താനൊരു ഞങ്ങൾക്ക് വേണ്ടണോ? പരാജയപ്പെട്ട മനുഷ്യനാ, പ്രതിനിധിയാ. തന്റെ ശബ്ദം ഇടുക്കി വേണമെന്ന പിതാവ് പറയുന്നത്. ഈ നിയമം പാസാക്കുമ്പോഴേ നിങ്ങൾ എവിടെയായിരുന്നു? ഇതിനെതിരെ ഒരു ചെറുതിനെ അനക്കിയാ നിങ്ങള്. പിന്നെ താൻ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? താൻ ഈ നിമിഷം തന്നെ തന്റെ സ്ഥാനം രാജിവെക്കണം, അല്ലേ? ഈ നിയമം പാസാക്കിയപ്പോ ഞാൻ ആ സഭയിൽ ഉണ്ടായിരുന്നല്ലോ. തനിക്ക് അപ്പൊ തന്നെ പ്രഖ്യാപിച്ചൂടെ? ഈ നിയമം പിൻവലിക്കുന്നവരെ ഞാൻ മരണം വരെ ഈ സഭയ്ക്ക് മുന്നിൽ നിരാഹാര സമരം കിടക്കുമെന്ന്. അപ്പൊ ഞാൻ അവിടെ കിടന്ന് ചാവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഞാൻ എത്ര നിരാഹാരം കിടന്നാലും ഇതൊന്നും ആരും പിൻവലിക്കാൻ പോകുന്നില്ല. ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ലല്ലോ, 3-4 സംസ്ഥാനത്തുണ്ട്. അവർക്ക് ആർക്കും പ്രശ്നമില്ല. നിങ്ങൾക്ക് മാത്രം എന്തോ ഇത്ര പ്രശ്നം? നമുക്ക് പ്രശ്നം തന്നെയാണ്. പ്രശ്നമുണ്ട്. നമുക്ക് സമരം തുടങ്ങാം. നമ്മുടെ പാചകം നോക്കട്ടെ. ആത്മസംയമനം പാലിക്കും. ഞാൻ ഇത്രയും ആത്മസംയമനം പാലിച്ചോണ്ടല്ലേ ആത്മസംയമനം പാലിക്കണം. ഇപ്പം നമ്മൾ ഒരു കർമ്മം ധരിച്ച മറ്റേ കർമ്മം കാണിച്ചു കൊടുക്കും. അത് കർത്താവ് പറഞ്ഞല്ലേ? കർത്താവ് പറഞ്ഞിട്ട് ബൈബിൾ വായിച്ച് കാണിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഈ കർമ്മം തടിക്കുന്ന പിതാവാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? ഉള്ളത് മൊത്തം കാണിച്ചു കൊടുക്കും. കാണിക്കാവുന്നതെല്ലാം കാണിച്ചു കൊടുക്കാം. 6 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പ് വന്നാൽ ജയിക്കണം. ഞാൻ ഉള്ള മണ്ഡലത്തിലെല്ലാം നിന്ന് തോറ്റ് ഒരു പ്രാവശ്യമാണ് വയനാട്ടിൽ ജയിക്കണം. അപ്പൊ ഇനിയും എനിക്കിവിടെ ജയിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറയുക, എന്നെ കൂടെ ഉപദ്രവിക്കാൻ പറ്റും. നമ്മുടെ സഹോദരൻ എത്ര നന്നായിട്ട് നമ്മളെ വഞ്ചിച്ചു ഞാൻ ചിലപ്പോൾ കൂടുതൽ വഞ്ചിക്കേണ്ടി വരും. സഹോദരന്മാരായ ഇതിനെ വേണ്ട. നിങ്ങളെ കാര്യം എന്തായാലും പോക്കാം, അത് സാരമില്ല. എനിക്ക് ഇനി ഒരു ഭരണവും വേണ്ട, സ്ഥാനവും വേണ്ട. ഞാൻ പഠിച്ച ഒരു വിശ്വാസമുണ്ട്, അതിനെതിരായിട്ട് ഞാൻ നിൽക്കുന്നു. നിങ്ങൾ കുറച്ച് ആത്മസംയമനം പാലിച്ചാൽ നിങ്ങൾ ജയിച്ച് ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. ജയിച്ചാൽ മന്ത്രിയാണോ ക്യാബിനറ്റ് റാങ്കാണോ ഏതാണോ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ജയിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കണം. ഈ റിപ്പോർട്ടൊക്കെ നമുക്ക് അതൊക്കെ മനസ്സിലാക്കണ്ടേ? അത് നമുക്ക് നിൽക്കണ്ടേ? പോകുന്നതാണ് ഇതിന്റെ സംഭവം. ശരി, സീറ്റെങ്കിലും ഉറപ്പാക്കാൻ നോക്കാം. നമ്മുടെ ഈ പാചകം ബഹുമാനപ്പെട്ട പിതാവിനെ ഉള്ളി തൊലിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്താലും അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. പിതാവേ, ശരിക്കും പറഞ്ഞാൽ ഈ ഉള്ളി തൊലിക്കുമ്പോഴല്ലേ ഉള്ള പ്രശ്നവും ഇതുപോലെ അങ്ങ് തൊലിച്ച് തീർത്താ പോരെ? ഇത് സിംബോളിക്കാം. നീ വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നോ, ഇല്ലെങ്കിൽ ഇത് സിംബോളിക്കാം. തിരുവേനി സിംബോളിക്ക് കാണിക്കാൻ എടുക്കാനാണല്ലോ. ഇത് കുന്തവും സിംബോളിക്കാണോ? അതെ.
ആ കാണുന്ന തോട്ടങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയായല്ലേ അപ്പൊ ഇത്? അതെ. അതിനുവേണ്ടിയുള്ള പരിപാടിയായത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ഇടയിൽ കൂടെ പാറ പൊട്ടിക്കുന്നവരുടെ വലിയ കൂട്ടം ഇതിന്റെ ഇടയിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. പറഞ്ഞോളൂ തനിക്ക് എന്തറിയാം? പാറ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. എന്ത് പാറ? യേശു പത്രോസിനോട് പറഞ്ഞത് അറിയാമോ? ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാറകളുടെ മേൽ ഞങ്ങൾ സഭകളെ പണിയും, അതിനെ തകർക്കുവാൻ തോമാച്ചാൻ എനിക്ക് കഴിയത്തില്ല. ഞങ്ങൾ പണിതുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ പാറകളല്ലേ ഇപ്പൊ പൊട്ടിച്ചോണ്ട് പോവുക, സഭകളൊക്കെ താഴെ വീഴും. സഭകളൊന്നും വീഴത്തില്ല. സഭകൾ പണിയാൻ ആവശ്യമായ മണലും ഈ പാറയിൽ നിന്ന് തന്നെ. മണലുകാർക്ക് എന്താ ഇവിടെ കാര്യം? മണലുകാരത്തിന് ഇവിടെ കിടക്കുന്നത് അത് ഞങ്ങളുടെ പിതാവിന് നൽകിയ വാഗ്ദത്തമാണ്. നിന്റെ സന്തതിയെ കടൽപ്പുറത്തെ മണൽത്തരികളെ പോലെ ആക്കും. മണൽ ഞങ്ങൾക്കുള്ളതാ, തോമാച്ച തനിക്കുള്ളതല്ല, സഭയ്ക്കുള്ളതാ. ഇതെല്ലാം ഈ അസംബന്ധം ഒന്ന് അവസാനിപ്പിക്കാമോ ദേവി? ഒരു സംശയം ചോദിക്കണം. എന്താ? തനിക്ക് നാണമുണ്ടോ? തന്റെ ഭാര്യയെ കുറിച്ച് അല്ലെങ്കിൽ തന്റെ പത്നിയെ കുറിച്ച് ഇന്നത്തെ ഫേസ്ബുക്കില് ടോഡി എന്ന പേരിൽ ഞാൻ കണ്ടു, ഞാനും വായിച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? വളരെ മ്ലേച്ഛമായി അല്ലെങ്കിൽ വളരെ നീച്ഛമായിട്ടുള്ള വാക്കുകളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതെ അതെ, നിങ്ങളുടെ ഭാര്യ ആരാ? എന്റെ ഭാര്യ ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പേരെന്താണ്? പേര് സുമ. ആ അവരുടെ മതമേതാണ്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. മതവും ജാതിയും ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല. ഇപ്പോഴും ഞങ്ങൾ അത് അന്വേഷിച്ചിട്ടുമില്ല. മതം എന്താണ്? ഹിന്ദുവാണ്. ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് ഓഹരി? ഓഹരി കടവുന്ന പിള്ളേരായി അത് തന്നെ ഓഹരി. അവിശ്വാസികൾക്ക് ഇണയില്ല പിണയുമായി കൂടെ നിന്നാണ് ദൈവവചനം പറയുന്നത്. അതെ അതെ, അതുകൊണ്ട് നിങ്ങളൊരു നികൃഷ്ട ജീവിയാണ്, വ്യഭിചാരിയാണ്. ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നെയും വളരെ മോശക്കാരനായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴെല്ലാം ഞാനത് കേട്ടു, സഹിച്ചു. പക്ഷെ ഇത് ഞാൻ സഹിക്കില്ല. എന്റെ സ്വന്തം ക്യാരക്ടർ,
എന്റെ വ്യക്തിത്വത്തെയാണ് നിങ്ങളിപ്പോ മുറിവേൽപ്പിച്ചത്. നിങ്ങൾക്ക് മുകളിലും പിതാക്കന്മാരുണ്ട്. ഇത് ഞാൻ വെറുതെ വിടില്ല. കർദിനാൾ, വേണ്ടി വന്നാൽ പോപ്പ്, അവിടെ വരെ ഞാൻ പോകും, പരാതി കൊടുക്കും. ഞാനിത് വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. അതെ, നമ്മുടെ പിതാവിനെ കുറിച്ച് കർദിനാളിനോട് പോപ്പിനോട് ഇന്ന് പരാതി പറഞ്ഞു. പറയൂ. അച്ഛോ, എന്നെ ഒന്ന് പിടിക്ക്. പിടിച്ചു സിസ്റ്റർ. ഇതിനെ ക്രൂശിക്കാം നമുക്ക്. എനിക്ക് അച്ഛൻ തീർന്നില്ല. എടുത്ത് കിടത്തങ്ങോട്ട്. അയ്യോ. അവസരം തരൂ. ഏത് കുഞ്ഞാടെ ഈ ആടി വാക്കല് അടിച്ചു വെച്ചത്? ചെറിയ കളിയല്ല. എല്ലാ നിയമങ്ങളും നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യാൻ പോകുന്നവരാ നിങ്ങൾ. ഇതാരും പൊറുക്കില്ല, കർത്താവ് പോലും പൊറുക്കില്ല. അവിടെ ഭക്തിക്കാരി നിങ്ങൾക്ക് ഹാ കഷ്ടം. വെള്ളം തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ